സിബിന്റെയും ജാൻമണിയുടെ ഒക്കെ കുത്തിത്തിരിപ്പ് ശ്രീധുവിന് ശരിക്കും പറഞ്ഞാൽ അർജുന് ഡൗട്ട് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. കാരണം അർജുൻ ഫേക്ക് ആണോ എന്നാണ് ശ്രീധു ഇപ്പൊ എപ്പോഴും തന്നെ ചോദിക്കുന്നത് അർജുനോട്. ഇങ്ങനെയാണെങ്കിൽ ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അർജുൻ പറയുന്നുണ്ടായിരുന്നു 21 ദിവസമാണ് ഒരാൾക്ക് ഇങ്ങനെ ഫേക്ക് ആയിട്ട് നിൽക്കാൻ പറ്റുള്ളൂ, അയാളുടെ സ്വന്തം ക്യാരക്ടർ അല്ലാതെ 21 ദിവസമാണ് നിൽക്കാൻ പറ്റുള്ളൂ എന്നാണ് സൈക്കോളജി പറയുന്നതെന്നൊക്കെ ഉള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ശ്രീധു പറയുന്നുണ്ട് അത് സൈക്കോളജിക്ക് അങ്ങനെയൊക്കെയാണ്, പക്ഷെ അർജുൻ അങ്ങനെയൊന്നും അല്ല, അർജുന് ഫേക്ക് ആവാൻ പറ്റും എന്നുള്ളതാണ്. ഇവിടെയുള്ളവരൊക്കെ എന്നെ ചുമ്മാ ഓവർ എസ്റ്റിമേറ്റ് ചെയ്തേക്കുവാണെന്നാണ് അർജുൻ പറയുന്നത്. അപ്പോൾ ശ്രീധു പറയുന്നുണ്ട് ഷോ എനിക്കൊന്നും പറയാനും പറ്റില്ലെന്നും പറഞ്ഞാണ് ശ്രീധു അവിടെ നിന്ന് എണീക്കുന്നുണ്ട്. അപ്പോൾ അർജുൻ പറയുന്നുണ്ട് എന്താന്നൊക്കെ ചോദിക്കും. ഇല്ല എനിക്ക് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അർജുൻ പറയേണ്ട രാവിലെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ പറഞ്ഞതല്ലേ, അതപ്പോൾ നിന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ടാവുമെന്ന് എനിക്ക് അറിയാം എന്നൊക്കെ പറയുന്നുണ്ട്. അതിനെപ്പറ്റി അർജുൻ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ സിബിനെ പറ്റി എന്തെങ്കിലും അർജുൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അപ്പം തന്നെ വന്ന് ശ്രീധുവിൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നവിടെ ശ്രീധു പറയുന്നുമുണ്ട്. ഞാൻ ഭയങ്കര നല്ലവളായതുകൊണ്ട് എനിക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റുന്നില്ലെന്നൊക്കെയാണ് അത് കഴിഞ്ഞിട്ട് ശ്രീധു പറയുന്നത്. ശ്രീധു ആരോടൊന്നും പറയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അർജുൻ്റെ കുറ്റം പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഒരുപാട് സിബിൻ ശ്രീധുവിനോട്. അതുപോലെ തന്നെ ജാൻമണിയും അർജുനെ മോശമായിട്ട് ചിത്രീകരിക്കാൻ നോക്കുന്നുണ്ട്. ശ്രീധു അതുപോലെ തന്നെ നൈറ്റ് ലൈവിൽ ഇരുന്നപ്പോഴും അർജുനോട് പറയുന്നുണ്ടായിരുന്നു ഡേഞ്ചറസ് ഫെല്ലോ ആണ്, 30 ദിവസം കണ്ട അർജുൻ അല്ല എന്നൊക്കെ. അപ്പോൾ അർജുൻ അവിടെ പറയുന്നുണ്ടായിരുന്നു പുറത്തുനിന്നുള്ളവർ വന്ന് ഓരോന്ന് പറഞ്ഞു തന്നിട്ടല്ലേ എന്നുള്ളത്. അപ്പോൾ അർജുൻ ഏകദേശം അറിയാം സിബിനാണ് ഈ കുത്തിത്തിരിപ്പിന്റെ ആളെന്നൊക്കെ. അർജുൻ നന്നായിട്ട് ഒബ്സർവ് ചെയ്യുന്ന ആളാണ്, എല്ലാവരും മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് പുള്ളി. സിബിൻ അർജുന്റെ നേരെ നോക്കിയൊന്നും പറയാനൊന്നും അറിയില്ല, പുറകിലിരുന്നിട്ട് ഇങ്ങനെ കുറ്റം പറയാൻ മാത്രമാണ് അറിയുള്ളൂ. അർജുനെ കിഴങ്ങനെന്നും അതുപോലെ തന്നെ എന്നാണ് അവനുള്ളത് പൊക്കാലേ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എല്ലാവരും ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് മിക്കാറും ശ്രീധു അർജുനുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഒക്കെ നിർത്താനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. കൂടുതൽ ബിഗ് ബോസ് വീഡിയോകൾക്കും ബിഗ് ബോസിന്റെ ലേറ്റസ്റ്റ് ലൈവ് അപ്ഡേറ്റ്സിനുമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണം. അടുത്തൊരു വീഡിയോയുമായി ഉടനെ കാണാം.